എല്ലാവരും സുഖമായിട്ടിരിക്കലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കിട്ടിലെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഫേസിലേക്ക് ഫേസ് ക്രീം, ഫേസ് പാക്കുകൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നൊരു ടോണറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് അതിങ്ങനെ ഒരു സ്പ്രേയുടെ കുപ്പിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അത് തന്നെ നമുക്ക് ദിവസം ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അടുക്കളയിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കതിന് ആവശ്യമുള്ളൂ. നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അത് കൊള്ളാമല്ലോ അല്ലേ? കാരണം ഈസി ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ഡെയിലി നമുക്ക് 2-3 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സംഭവം എന്തായാലും കിലുക്കനാണ് എന്ന് തോന്നുന്നുണ്ടല്ലേ? അത് കിലുക്കനായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ റിസൾട്ടാണ് നമ്മളത് ഉപയോഗിച്ചാൽ കിട്ടാൻ പോണത്. അപ്പം ഇനി കൂടുതൽ ഒന്നും പറയണ്ട അല്ലേ? വേറെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 2 ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പാലും പിന്നെ ഒന്ന് കുക്കുംബറാണ്. ആ സംഭവം എളുപ്പമായല്ലോ അല്ലേ? എന്തായാലും പാല് നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ കുക്കുംബർ ആയാലും അധികം പൈസ ഒന്നും ഇല്ലാത്ത സാധനമാണ്, നമുക്ക് മേടിക്കാം. ഈ സംഭവങ്ങൾ കുക്കുംബർ നമ്മൾ കഴിക്കാനായിട്ട് ഡയറ്റ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും വീട്ടിൽ. മെയിനായിട്ടുള്ള ഡയറ്റാണ്. കാരണം വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി ഉള്ള കാരണം കൊണ്ട് സംഭവം ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ വിശപ്പും ഒന്ന് ഒതുങ്ങും. പക്ഷെ നമുക്ക് ബോഡിക്ക് നല്ലതുമാണ്, വാട്ടർ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായ നമ്മൾ നല്ല പോലെ ഇത് കഴിക്കുന്നതും നല്ലതാണ്, ബോഡിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2 ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ നല്ല കിട്ടക്കാച്ചായിട്ടുള്ള ടോണർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ പാല് നമുക്കറിയാം, പാല് നല്ലൊരു ക്ലെൻസറാണ്. നല്ല പോലെ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ക്ലീൻ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ അതല്ലാതെ തന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ പാലിന്. എന്തൊക്കെയാണെന്നല്ലേ? പാലിൽ ലാക്റ്റിക് ആസിഡ് ആണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉള്ളത് ഏതാണ്? മിൽക്ക്. അതേപോലെ തന്നെ സിട്രിക് ആസിഡ് ഏതിലാണ്? ലെമൺ. അങ്ങനെ കുറച്ച് ആസിഡുകൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് നമ്മൾ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയോ? അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ? എന്നാൽ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതെങ്ങനെയൊക്കെയാണെന്നല്ലേ? നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കിനെ നന്നായിട്ട് ക്ലീൻ ആക്കും. അപ്പോൾ നമ്മൾ പറയും പാല് നല്ലൊരു ക്ലെൻസറാന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. എന്താണ്? അത് ലാക്റ്റിക് ആസിഡ് ഉള്ള കാരണം കൊണ്ടാണ് അതിൽ അഴുക്കൊക്കെ നല്ല ക്ലീനാക്കി എടുക്കുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് നല്ല പോലെ സ്മൂത്തനാക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ ക്ലീനും ആക്കും, അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആക്കും കേട്ടോ. നല്ല പോലെ മോയ്സ്ചർ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ബയോട്ടിനും അതേപോലെ തന്നെ നമ്മുടെ മോയ്സ്ചർ ചെയ്യുന്ന ബാക്കി എലമെൻറ്റുകളൊക്കെ നമ്മുടെ ഈ മിൽക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നറിഷ് ചെയ്ത് നല്ല പോലെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒന്നാണ് ഈ ചിലവർ ഡ്രൈ സ്കിന്നായിരിക്കാം, ചിലവർക്ക് ഇങ്ങനെ മുരിച്ചലൊക്കെ ഉള്ള അങ്ങനത്തെ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല പോലെ മോയ്സ്ചർ ചെയ്യാനും അതിനെയൊക്കെ നല്ല പോലെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നല്ല പോലെ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ഈ പാല് അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അതായത് സ്കിന്നിലുള്ള സെൽസുകൾ ഇങ്ങനെ ഡെഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡെഡ് സെൽസുകളൊക്കെ റിമൂവ് ചെയ്ത് നല്ല സെൽസിൻ്റെ റീജനറേഷൻ, അതായത് വീണ്ടും നല്ല പുതുജീവൻ വെപ്പിക്കാനായിട്ടും ഈ നമ്മുടെ പാലിന് കഴിയും കേട്ടോ. അപ്പോൾ ആളൊരു സംഭവം തന്നെയാണല്ലേ. നമുക്ക് എപ്പോഴും മറ്റേ ടാൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ? ചിലവരുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ടാൻ്റെ ഭയങ്കരമായ പ്രശ്നമാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചോ, അടിപൊളിയാണ് കേട്ടോ. ചിലവർക്ക് ചൊറിച്ചൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ഗ്ലോ ചെയ്യാനായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ ഈ പാല്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അതിനെയൊക്കെ റിമൂവ് ആക്കാനും, നല്ലൊരു ഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെയൊക്കെ റിമൂവ് ആക്കാനും ഈ പാലുകൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ നല്ല പോലെ ഉള്ള ഒന്നാണ് നമ്മുടെ ഈ പാല് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സ്കിന്നിനുണ്ടാവുന്ന റിങ്കിൾസ്, അതായത് എന്താ പറയുക, നമുക്ക് പ്രായം ആകാതെ തന്നെ ഏജ്ഡ് ആണ് എന്ന് തോന്നിക്കും ചിലവരുടെ ഫേസിൽ. അതേമാതിരി ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ചുളിവുകളൊക്കെ വരും. അതൊക്കെ മാറാനായിട്ടും നമ്മുടെ ഈ പാല് നല്ലതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് പ്രായമാവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിനെ ഈ സ്കിന്നിനെ നല്ലപോലെ ടൈറ്റൻ ചെയ്യാനായിട്ട് സംഭവം ഈ പാല് എന്ന് പറയുന്നത് എന്താ പറയുക, ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുള്ള ഓരോ പ്രശ്നങ്ങൾക്കും അത് പരിഹരിക്കാനായിട്ട് ഈ പാല് നല്ലതാണ്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം, ഒറ്റ പ്രാവശ്യം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒറ്റ പ്രാവശ്യം ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് അയ്യോ ഈ ചേച്ചി വെറുതെ പറയണേണ്, എൻ്റെ മാറിയില്ല, അങ്ങനെ പറയരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതായിക്കോട്ടെ, ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് സാധനമായാലും ഫസ്റ്റ് ടൈം നമുക്ക് റിസൾട്ട് കിട്ടുമോ?
കിട്ടില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ ഇതാക്കുന്നത് എന്താണ്? മെലാനിൻ്റെ ഇതുകൊണ്ടാണല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിൽക്ക് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെലാനിൻ്റെ പ്രൊഡക്ഷനെ അതായത് കുറയ്ക്കും. അപ്പോൾ എന്താ, അത് കുറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ പാൽ എന്ന് പറയുന്നത്. ആ സംഭവത്തിനെയും കൺട്രോൾ ചെയ്യാനും അതിനെ ഇപ്പം നമ്മുടെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും വൈറ്റ് ഹെഡ് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് എന്ന് വേണ്ട എന്തിനും ഒരേ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് ഈ പാല് എന്ന് പറയുന്നത്. അപ്പം സംഭവം അടിപൊളിയാണല്ലേ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് സെലക്ഷൻ ഒട്ടും തെറ്റിട്ടില്ല. അപ്പോൾ പാല് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റിലേക്ക് പോകാം. അതെന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബറാണ്. അപ്പോൾ കുക്കുംബർ നമുക്കറിയാം ഒരു 99% വാട്ടർ കണ്ടന്റ് ആണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത് അല്ലേ. ഉണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യും. അതായത് ചിലവരുടെ സ്കിന്ന് ഭയങ്കര റെഡ്നെസ് ആയിരിക്കും, അതിനെ ഇല്ലാതാക്കും. നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ്, ഗ്ലോ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ കുക്കുംബറും സെയിം ഏകദേശം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഈ രണ്ട് എന്താ പറയുക വില്ലാളി വീരന്മാരെയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, പാലിനെയും കുക്കുംബറിനെയും. ഇനി പ്രത്യേകിച്ച് എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചപ്പാൽ കേട്ടോ, പച്ചപ്പാൽ കാച്ചാത്ത പാല് തന്നെ എടുക്കണം. ഇനി ചിലവർക്ക് ആ പച്ചപ്പാലിൻ്റെ സ്മെല്ല് ഒട്ടും പിടിക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഹാഫ് ബോയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബർ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്കിപ്പോൾ എന്തോരാണ് വേണ്ടത് എപ്പോഴും ഞാൻ പറയട്ടെ, ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് നമുക്കിപ്പോൾ 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ അതായത് ദിവസത്തിൽ നമ്മൾ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു 2 ദിവസത്തേക്ക് ആക്കി ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു 1 വീക്കിലേക്കൊക്കെ എന്ന് പറയുന്ന അത്രയും ക്വാണ്ടിറ്റി, പ്രത്യേകിച്ച് പാലും കൂടി ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് അത്ര ഒരു ഇതങ്ങോട്ട് കിട്ടില്ല, അതിൻ്റെ ഫ്രഷ്നെസ്സും കിട്ടില്ല, കറക്റ്റ് റിസൾട്ടും കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അരയ്ക്കാൻ പിടിക്കൊന്നും വേണ്ട. ആ കുക്കുംബർ ഒരു 3-4 കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടുക, ഒന്ന് ഇതാക്കി എടുക്കുക, സ്ക്യൂസ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ നീര് കിട്ടും. പാല് ഈ പറഞ്ഞ പോലെ പച്ചപ്പാലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പണി വളരെ എളുപ്പം. പിന്നെ ഹാഫ് ബോയിൽഡ് ആണെന്നുണ്ടെങ്കിലും അതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഇപ്പം അത്ര നേരമൊന്നും വേണ്ടല്ലോ അല്ലേ, പാൽ എന്തോരം വേണം. അപ്പോൾ എളുപ്പമാണ്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കേണ്ട, ഒരേ അളവിലെടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പ്രേയുടെ ബോട്ടിലേക്ക് ആക്കിയിട്ട് അടിച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി സ്റ്റോർ ചെയ്യാനായിട്ട് വേറൊരു രീതി, ഇങ്ങനെ തന്നെ നമ്മുടെ ഈ സ്പ്രേയുടെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേയില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഐസ് ക്യൂബ് ആക്കാം. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല റിസൾട്ട് കിട്ടും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളിത് ഡെയിലി, എളുപ്പമാണല്ലോ ഇത്, അപ്പോൾ പിന്നെ ഡെയിലി അങ്ങ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ളതെല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് മാറി സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർ കാണുന്നത് നല്ല റിസൾട്ടിൽ കാണാനായിട്ട് ഇതെന്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംഭവം അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇതാണ് സീക്രട്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ പറയാൻ താല്പര്യമില്ലാത്തവർ പറയണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കിടിലനായിട്ടുള്ള ഫേസ് ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നല്ല ക്യൂബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ക്യൂബാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മോർണിംഗ് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കണവരൊക്കെ ആണെങ്കിൽ ഉച്ചയാകുമ്പോൾ നമുക്കിങ്ങനെ ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നുമല്ലേ, ആ ടൈമിൽ ഒന്ന് ഫേസൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഒരു ക്യൂബ് എടുക്കുക, ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോണർ എടുക്കുക, അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും അത് നമ്മൾ ചെയ്യുന്നത് ഇതായി പോകും, ഡ്രൈ ആവും നമ്മുടെ ഫേസിലോട്ട്. അത് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം ഏത് ടൈമാണോ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. പക്ഷേ റിസൾട്ട് 100% ഷുവറാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടും. പിന്നെ ഇതാ നമ്മൾ നല്ല കിടിലനായിട്ടുള്ളൊരു ടോണർ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.